അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള സഹോദരങ്ങളെ, ഏതാനും ദിവസം മുമ്പ് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായിട്ട് സമസ്ത മുസ്ലിയാക്കന്മാർക്ക് ഇരിക്കപ്പൊറുതിയില്ല, അവരൊക്കെ ആകാട് ഹാലളയിൽ നടക്കുകയാണ്. അപ്പൊ എന്താ കാരണം? ചുഴലി അബ്ദുള്ള മൗലവി അദ്ദേഹത്തിന്റെ തൗഹീദ് പ്രഭാഷണം, തൗഹീദ് പറയുന്നതിലൊക്കെ വെട്ടി തുറന്ന് പറയുന്ന പിന്നെ ഒരു പണ്ഡിതനാണ് ചുഴലി അബ്ദുള്ള മൗലവി. അപ്പൊ അദ്ദേഹത്തിന്റെ പ്രഭാഷണത്തിൽ, ഞാൻ അദ്ദേഹത്തിന് ന്യായീകരിക്കല്ല, അദ്ദേഹത്തിന്റെ പ്രഭാഷണത്തിൽ ഒന്ന് രണ്ട് ചില വാക്കുകൾ കടന്നുകൂടി എന്നല്ലാതെ അദ്ദേഹത്തിന്റെ ആ പ്രസംഗത്തിന്റെ ആശയം അത് 100% ശരിയാണ്. നമ്മളൊക്കെ പലപ്പോഴും ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ്. പക്ഷെ ഒന്ന് രണ്ട് വാക്കുകൾ അദ്ദേഹത്തിന്റെ സംസാരത്തിലെ ആവേശത്തിൽ അദ്ദേഹം തൗഹീദ് പറയുന്നിടത്ത് ഒരാളെ മുമ്പിലും പേടിക്കാതെ വിറക്കാതെ ഒരു രോമത്തിന് പോലും പിന്നെ ക്ഷീണം പറ്റൂല അദ്ദേഹത്തിന്റെ ആ സംസാരം. അള്ളാഹുവിന്റെ ദീന് കൃത്യമായി ജനങ്ങളിലേക്ക് പറഞ്ഞു കൊടുക്കുന്ന പണ്ഡിതനാണ് ചുഴലി അബ്ദുള്ള മൗലവി, അതിൽ നമുക്ക് തർക്കമില്ല. പക്ഷെ അദ്ദേഹത്തിന് അങ്ങനെ സംസാരിച്ചു വന്നപ്പോൾ ഒന്ന് രണ്ട് ചില വാക്കുകൾ അദ്ദേഹത്തിന്റെ സംസാരത്തിൽ വന്നു എന്നല്ലാതെ ആ ഒരു വാക്ക് മാറ്റി നിർത്തിയാൽ അദ്ദേഹം പറഞ്ഞതിന്റെ ആശയമുണ്ടല്ലോ, മൊത്തം രത്ന ചുരുക്കം, അത് യാഥാർത്ഥ്യമാണ്, 100% ശരിയാണ്, അതിൽ യാതൊരു തർക്കമില്ല. അത് എന്നിട്ട് ഇപ്പൊ ചുഴലി അബ്ദുള്ള മൗലവിനെ കുരിശിലെത്തിയാണ്. എന്നിട്ട് അദ്ദേഹത്തിന് നേരെ ഇവർ സമസ്തകൾ ഇങ്ങനെ മറുപടി പറയണം, തൗബ ചെയ്യണം, ഇസ്തിഗ്ഫാർ ചെയ്യണം, തെറ്റ് പറയണം. മാപ്പ് എന്തിനാ മാപ്പ് പറയുന്നത് കൂട്ടരെ? എന്താവശ്യമാണ് മാപ്പ് പറയേണ്ടത്? ഏത് കാര്യത്തിലാണ് ഇവരിപ്പോ ചുഴലി അബ്ദുള്ള മൗലവി വിശദീകരിച്ച ആ കാര്യത്തിൽ ഏതിലാണ് ഇവർ ഉൾപ്പെടാത്തത്? നാളല്ലേ ഇപ്പൊ ഒരു ചർച്ച ചെയ്യേണ്ട കാര്യമുള്ളൂ. ഇതിന്റെ അപ്പുറം ഇവർ പറഞ്ഞിട്ടുണ്ട്, ഇതിന്റെ അപ്പുറത്തേക്ക്. അപ്പോൾ ഇവർക്ക് ഫത്വല്ല, വിഷമങ്ങളില്ല. കാരണം വെച്ചാല് ഇവർക്ക് നേരെ തിരിയുമ്പോൾ ഇവരെല്ലാവരും കൂടിയിട്ട് എല്ലാ ഖുറാഫികളും കൂടി ഒരുമിച്ചാവും. നമ്മളൊക്കെ ഇത് പറഞ്ഞു വെച്ച തന്നെയാണ്. എന്താ അള്ളാന്റെ ദീൻ തുറന്ന് പറയുമ്പോ അത് കൃത്യമായിട്ട് വിശദീകരിക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ ബേജാറ്? നിങ്ങൾ അപ്പോഴേക്കും പിന്നെ ചുഴലി അബ്ദുള്ള മൗലവിനെ കുരിശേറ്റാൻ തുടങ്ങിയല്ലേ? അദ്ദേഹം പറഞ്ഞതിൽ അതിന്റെ ആ മൊത്തം തുക ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ വളരെ ശരിയാണ്, യാഥാർത്ഥ്യമാണ്. അതൊക്കെ നമ്മൾ പറഞ്ഞത് യാഥാർത്ഥ്യമാക്കി തന്നെ അത് കൃത്യമായിട്ട് വിശദീകരിച്ച് തന്നെ പലപ്പോഴും നമ്മളൊക്കെ അത് പറഞ്ഞിട്ടുണ്ട്. അതിലൊരു വലിയ തർക്കമുള്ള വിഷയമല്ല. പിന്നെ ഒന്ന് രണ്ട് വാക്കുകൾ അതിപ്പോഴത്തെ സാഹചര്യമൊക്കെ അനുസരിച്ചൊക്കെ വെച്ച് നോക്കുമ്പോൾ ചില വാക്കുകളൊക്കെ അദ്ദേഹത്തിന് സംസാരിച്ച് വന്നു എന്നല്ലാതെ അതിന് മാത്രം വലിയ ചെണ്ട കൊട്ടേണ്ട കാര്യമൊന്നുമില്ല. കാരണം നിങ്ങൾ അതിന്റെ അപ്പുറത്തേക്ക് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇവിടെ ഇപ്പൊ എന്താ അദ്ദേഹം പറഞ്ഞത്? അദ്ദേഹം രഹസ്യമായിട്ടൊന്നല്ല, അദ്ദേഹം പറഞ്ഞ ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ നമുക്ക് കേൾക്കാൻ പറ്റും. എന്താണ് അദ്ദേഹം പറഞ്ഞത്? എന്താ? നമസ്കരിച്ചാലും ശരി, നോമ്പെടുത്താലും ശരി, സക്കാത്ത് കൊടുത്താലും ശരി, മക്കത്ത് പോയി ഹജ്ജ് ചെയ്താലും ശരി, അവര് ഷഹാദത്ത് ബാത്തിലായവരാണ്, അവര് മുസ്ലിങ്ങളായി പരിഗണിക്കാൻ പറ്റില്ല എന്നുള്ളത്. അതിലെന്താ തർക്കമുള്ളത് കൂട്ടരെ? അതിലെന്താ തർക്കമുള്ളത്? നിങ്ങൾ നമസ്കരിക്കുന്നു, നോമ്പെടുക്കുന്നു, സക്കാത്ത് കൊടുക്കുന്നു, മക്കത്ത് പോയി ഹജ്ജ് ചെയ്യുന്നു, CM അടവൂർ റബ്ബാണെന്ന് പറയുന്നു. പിന്നെ എന്ത് ഷഹാദത്ത് അങ്ങനെ കൂട്ടരെ നിങ്ങളുടെ കയ്യിലുള്ളത്? അത് തുറന്നു പറഞ്ഞത് നമ്മളും പറയുന്നതല്ലേ. ഇപ്പൊ ഞാനിപ്പോ തുറന്നു പറയുന്നതാണേ. മക്കത്ത് പോയി ഹജ്ജ് ചെയ്യുന്നു, നിങ്ങൾ നമസ്കരിക്കുന്നു, നിങ്ങൾ നോമ്പെടുക്കുന്നു, കൂട്ടത്തിൽ മാല പാടുന്നു, മൗലിദ പാടുന്നു, ജാറം വിറ്റ് തിന്നുന്നു, നിങ്ങൾ പിന്നെ ഏതുവരെ ലോകം നിയന്ത്രിക്കുന്നത് റബ്ബാണ് എന്ന് മാറ്റി വെച്ചിട്ട് CM അടവൂരാണ് ലോകം നിയന്ത്രിക്കുന്നത് പറയാൻ നിങ്ങൾ ഏത് ഷഹാദത്ത് കലിമയിലാണ് നിങ്ങൾ വിശ്വസിച്ചത്? അത് സത്യമാണല്ലോ ആ പറഞ്ഞത്. അതിലെന്തെങ്കിലും എത്ര ബേജാറെന്താ? അവിടെ എന്താ മാപ്പ് പറയാനുള്ളത്? സത്യല്ലേ? അല്ലെങ്കിൽ നിങ്ങൾ അല്ലാന്ന് പറ, അല്ലെങ്കിൽ നിങ്ങൾ അല്ലാന്ന് പറയേ. നിങ്ങൾ മക്കത്ത് പോയി ഹജ്ജ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ എല്ലാ കാര്യവും ചെയ്യുന്നത്, നിങ്ങൾ നോമ്പെടുക്കുന്നത്, നമസ്കരിക്കുന്നത് ഒക്കെ ഉണ്ട്, എല്ലാ കാര്യവും ഉണ്ട്. പക്ഷെ നിങ്ങൾ ബിദ്അത്ത് ചെയ്യുന്നില്ലേ? നിങ്ങൾ ശിർക്ക് ചെയ്യുന്നില്ലേ? നിങ്ങൾ അല്ലാഹു അല്ലാതെ വിളിച്ചു പ്രാർത്ഥിക്കുന്നില്ലേ? ലോകം നിയന്ത്രിക്കുന്ന CM അടവൂരാണ് എന്നുള്ള ചർച്ച കൊണ്ടുവന്നില്ലേ നിങ്ങൾ? അതല്ല നിങ്ങളുടെ വിശ്വാസം. അപ്പൊ നിങ്ങൾ ഏത് ഷഹാദത്ത് കലിമയാണ് നിങ്ങൾ വിശ്വസിക്കുന്നത്? നിങ്ങൾ ഷഹാദത്ത് ബാത്തിലായവരാണ് എന്ന ചുഴലി പറഞ്ഞത്. അതിൽ തർക്കമില്ല, ആ വിഷയത്തിലേ അതിന് തർക്കമില്ല. പിന്നെ നിങ്ങൾക്ക് എന്താ പിന്നെ ലോകം നിയന്ത്രിക്കുക റബ്ബാണ് എന്നുള്ള ഖുർആൻ അത് മാറ്റി വെച്ചിട്ട് CM അടവൂര് അത് ആ ചർച്ചപ്പെട് മാറ്റണേ. അതിനിപ്പോ ഒരു തുമ്പ് കിട്ടിയതാണ്. ഇവർക്കിപ്പോ CM അടവൂര് എന്ന് പറഞ്ഞപ്പോ പാട്ട് പാടി, അതേപോലെ തന്നെ ബാനർ വെച്ച് സംസാരിക്കുന്നു. ഇപ്പൊ CM അടവൂരിനെ മുദബ്ബിർ ആലമാക്കി മാറ്റി. ഇപ്പൊ ആ ചർച്ച ഇങ്ങനെ സജീവമായിട്ട് അതുമേ പിടികൂടിയപ്പോ ഇവർക്ക് അത് പൊളിച്ച് അതൊരു മറ, അത് ചുഴലിനെ പിടിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ചുഴലിനെ പിടിച്ചോണ്ടൊന്നും നിങ്ങളുടെ ഈ ആശയം പിന്നെ തുറന്ന് പറയാൻ ഇഷ്ടംപോലെ ആൾക്കാർ വേറുണ്ട്. ചുഴലിനെ അങ്ങോട്ട് പിടിച്ചിട്ട് ഇപ്പൊ അങ്ങോട്ട് പറഞ്ഞ ചുഴലി ആ പ്രസംഗം നിർത്തും ഇല്ല, കൃത്യമായി തൗഹീദ് പറയുക ചെയ്യും. അപ്പോ ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹം പറഞ്ഞു വളരെ യാഥാർത്ഥ്യമാണ് സത്യത്തില്. അതേപോലെ തന്നെ പിന്നെ മഹല്ലുകൾ കയറി അവിടുത്തെ ഇമാര് തുറന്ന് നമസ്കരിക്കാൻ പറ്റൂല, അവർ ഷിയാക്കളാണ് എന്ന് അദ്ദേഹം പറയണ്ടായി. അപ്പൊ ഇത് ഞാനും പറഞ്ഞിട്ടില്ലേ, ഷിയാക്കളാണെന്ന് നിങ്ങളെ ആചാരം അങ്ങനെയല്ലേ? ആട്ടും പാട്ടും ചേട്ടയും പരിപാടികളും അതേപോലെ തന്നെ നിങ്ങളുടെ ആട്ടും പിന്നെ
ഒരുപാട് പാള കിതാബുകളൊക്കെ, അതൊക്കെ ഷിയായിസമാണ്, ഇതൊക്കെ അവിടുന്ന് കൊണ്ടുവന്ന് നമ്മൾ എത്രയോ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതെന്ന് വെച്ചാല് ഇതാണ് കേൾക്കുമ്പോൾ ആൾക്കാർ സത്യം മനസ്സിലാക്കുമല്ലോ. അപ്പോ ചുഴലിയുടെ കുരിശിലേറ്റാ തുടങ്ങുന്നത്. അതിന് മുമ്പ് ചങ്ങായിമാരെ നിങ്ങൾ ആദ്യം കേൾക്കണം. നിങ്ങളിനി ആദ്യം കേൾക്കേണ്ടത് കാര്യം വെച്ചാല് നിങ്ങൾ എന്തൊക്കെ സമൂഹത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, വഹാബികളാണ്, അതേപോലെ എന്തെല്ലാം കാര്യങ്ങൾ ഞാൻ അത് കാണിച്ചുതരാം. ഞാൻ ഇപ്പൊ കാണിച്ചുതരാം നിങ്ങളിപ്പോ എന്താ പറഞ്ഞേന്ന്. അതേപോലെ കുത്തിബിയത്ത് കഴിക്കുന്ന പള്ളി, അത് ആ പള്ളിയല്ല എന്ന് പറയുന്നത് ശരിയല്ലേ? അള്ളാഹിനെ ആരാധിക്കാനല്ലേ പള്ളി? കുത്തിബിയത്ത് മാല പാടാളാണ് പള്ളി. അതെ, അള്ളാഹു റസൂലിന്റെ കാലത്ത് പള്ളി ഉണ്ടായിട്ടില്ലേ? ഏത് കൂട്ടർ ആരോട് മാല പാടിയത്? പള്ളി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഇപ്പൊ പാള കിതാബ് മലത്തി വെച്ച് വായിക്കാനുള്ളതല്ല, പരിശുദ്ധ ഖുർആൻ ഓതുക, കൃത്യമായി അള്ളാഹുവിനെ ആരാധിക്കുക. അതിനാണ് അള്ളാഹുവിന്റെ പള്ളി ഉള്ളത്. അള്ളാഹുവിന്റെ കൂടെ വിളിച്ച് പ്രാർത്ഥിക്കേണ്ട അതിനുള്ള അല്ല പള്ളി. പള്ളി എന്ന് പറഞ്ഞ ഇബാദത്ത് ചെയ്യാനുള്ളതാ, ഖുർആൻ ഓതാനുള്ളതാ. നമ്മളെ പാള കിതാബ് വായിക്കാൻ ഷാദ് ഹദ്ദാദ് അല്ല പള്ളി. അപ്പൊ കൃത്യമാണ് ചുഴലി പറഞ്ഞു വെച്ചത്, വളരെ കൃത്യമായ കാര്യങ്ങൾ തന്നെയാണ്. അതേപോലെ തന്നെ എന്താണ് അവരെ കുത്തിബീത്ത് കഴിക്കുന്ന ഉസ്താദിനെ തുടർന്ന് നമസ്കരിക്കാൻ പറ്റൂല എന്ന് ചുഴലി പറയണ്ടായി അദ്ദേഹത്തിന്റെ പ്രഭാഷണത്തില്. നിങ്ങൾ തന്നെ പറഞ്ഞിട്ടില്ലേ? നിങ്ങൾ എന്തൊക്കെയാ പറഞ്ഞത്? ഇവിടുത്തെ വഹാബികള് മുസ്ലിങ്ങളല്ലാന്ന് നിങ്ങൾ പല വേദികളിൽ പിന്നെ മൈക്ക് വെച്ച് കിട്ടി പറഞ്ഞല്ലേ? ഇവിടെ ആർക്കും വല്ല ബേജാറുണ്ടായോ? ഇല്ല. ഞങ്ങളുടെ കാലിൽ ഒട്ടി വല്ല മണ്ണ് ഒലിച്ചു പോയോ? ഇല്ല. ഞങ്ങളുടെ തൗഹീദ് പ്രഭാഷണം നിർത്തിയോ? ഇല്ലല്ലോ. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞു? മുസ്ലിങ്ങളല്ല എന്ന് പറഞ്ഞില്ലേ? ഞാൻ കാണിച്ചുതരാം നിങ്ങൾ പറഞ്ഞത്. മുസ്ലിങ്ങളല്ല എന്ന് പറഞ്ഞില്ലേ? അവർക്ക് വെള്ളം കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞില്ലേ? അവരെ വീട്ടിൽ പോകരുതെന്ന് പറഞ്ഞില്ലേ? അവരെ CD കേൾക്കരുതെന്ന് പറഞ്ഞില്ലേ? അവർക്ക് സലാം പറയരുത് നിങ്ങൾ കുട്ടികളെ പഠിപ്പിച്ചില്ലേ? അത് നിങ്ങൾ പ്രചരിപ്പിച്ചില്ലേ? സ്വന്തം വാപ്പയാണെങ്കിൽ പോലും മിണ്ടരുതെന്ന് പറഞ്ഞില്ലേ? സ്വന്തം വാപ്പയാണെങ്കിൽ പോലും മരിച്ചാൽ വഹാബി ആണെങ്കിലും മയ്യത്തെ നിസ്കരിക്കാൻ പാടില്ല നിങ്ങൾ പഠിപ്പിച്ചില്ലേ? നായ തൊട്ട കലം പോലെ ആക്കണം എന്ന് നിങ്ങൾ സമൂഹത്തിൽ പഠിപ്പിച്ചില്ലേ? അവരെ തുടർന്ന് നമസ്കരിക്കാൻ പാടില്ല എന്ന് നിങ്ങൾ എത്ര നാഴികക്ക് 40 പ്രാവശ്യം മൈക്ക് വെച്ച് കെട്ടി പറഞ്ഞതാ. അവിടെ തുറന്ന് നിസ്കരിക്കാൻ പാടില്ല എന്ന് അവർ മുസ്ലിങ്ങളല്ലെന്ന് പരസ്യമായിട്ട് പറഞ്ഞതാ. ഇവിടെ ഒരാൾ ഫത്വയായിട്ട് വന്നില്ലല്ലോ. ഞങ്ങൾക്ക് ആർക്കും ഒരു ബേജാറുണ്ടായില്ലല്ലോ. ഞങ്ങളുടെ തൗഹീദുമായിട്ട് മുന്നോട്ട് പോയല്ലോ. കാരണം പരിശുദ്ധ ഖുർആനും അള്ളാഹുവിന്റെ ദീനാണ് പ്രചരിപ്പിക്കുന്നത്. ഒരാളും പേടിക്കേണ്ട കാര്യമല്ല. റബ്ബിനല്ലാതെ ഒരു മഖ്ലൂക്കിനെയും നമുക്ക് പേടിക്കേണ്ട കാര്യമില്ലല്ലോ. നിങ്ങൾക്ക് എന്താ ചൊല്ലിയത് പറഞ്ഞപ്പോ ഇത്ര വലിയ ബേജാറായി പോയത്? യാഥാർത്ഥ്യമാണ്. ഞാൻ ആവർത്തിച്ച് പറയുന്നു, ചുഴലി പറഞ്ഞ ചില വാക്കുകൾ ചില വാക്കുകൾ കെറ്റിക്കൂട്ടി എന്നല്ലാതെ അദ്ദേഹം പറഞ്ഞ 100% ശരിയാണ്. ഖുറാഫികളെ സത്യമാണ്, അത് യാതൊരു തർക്കമില്ല. നിങ്ങൾ ബേജാറായിട്ട് കാര്യമല്ല. അതുപോലെ തന്നെ അവരെ തുറന്ന് നമസ്കരിക്കാൻ പാടില്ല എന്ന് ചുഴലി പറഞ്ഞെങ്കിൽ നിങ്ങൾ തന്നെ പറഞ്ഞില്ലേ പിന്നെ വഹാബികളെ തുറന്ന് നമസ്കരിക്കാൻ പാടില്ല? എത്ര മുസ്ലിയാക്കന്മാർ എത്ര തങ്ങന്മാരെ ചെണ്ട കൊട്ടിയത്? ഇവിടെ ആരെങ്കിലും ഫത്വയായിട്ട് വന്നിരുന്നോ? ഒരാൾ ഫത്വയായിട്ട് വന്നില്ലല്ലോ. അതേപോലെ തന്നെ അവരെ പള്ളികളെ കക്കൂസാണെന്ന് പറഞ്ഞില്ലേ? അവരെ പള്ളികൾ കക്കൂസാണ്, ബാത്റൂമാണെന്ന് പറഞ്ഞില്ലേ? ബാത്റൂമിൽ കയറുന്ന പ്രാർത്ഥന ചൊല്ലിട്ടോടെ അവരെ പള്ളിയിലേക്ക് കയറണം എന്ന് പറഞ്ഞ മുസ്ലിയാക്കന്മാർ, ഇതൊക്കെ നിങ്ങൾ അണികളാണ്, നിങ്ങൾ പഠിപ്പിച്ചു വിട്ടതല്ലേ? അതേപോലെ അവരെ മുസ്ലിം ഖബർസ്ഥാനിൽ മറവ് ചെയ്യാൻ പാടില്ലെന്ന് നിങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ അവരെ മയ്യിത്ത് നമസ്കാരം പങ്കെടുക്കാൻ പാടില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. അവർ ക്ഷണിച്ച ക്ഷണം സ്വീകരിക്കാൻ പാടില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാ നിങ്ങൾ സമൂഹത്തിൽ പഠിപ്പിച്ചത്? എന്നിട്ട് ചില യാഥാർത്ഥ്യങ്ങൾ അങ്ങോട്ട് പറഞ്ഞപ്പോഴേക്കും അങ്ങനെ കുരിശിലേറ്റിയാണ്. എന്നിട്ട് ഇവര് CM മടവൂരിന്റെ ചർച്ച ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിങ്ങനെ മറക്കുന്ന വിചാരിച്ചു. നിങ്ങളിപ്പോ അങ്ങനെ നിങ്ങൾ കൊണ്ടുവന്ന ആശയത്തെ പൊളിച്ചെടുത്ത് തന്നെ ചെയ്യും. അതിൽ യാതൊരു തർക്കമൊന്നുമില്ല. ഞാൻ നിങ്ങളുടെ കൂടെ 10-23 വർഷങ്ങൾ ഒരുമിച്ച് ഉണ്ടായതാണ്. കൂടെ കിടന്നവനിക്ക് രാപ്പവനെ അറിയുള്ളൂ എന്നൊക്കെ നമ്മൾ ചൊല്ലില്ലേ? അതേപോലെ തന്നെയാണ് പ്രിയമുള്ള സഹോദരങ്ങളെ, ചുഴലി പറഞ്ഞത് നിഷ്പക്ഷമായിട്ട് ചിന്തിച്ചാല് വളരെ യാഥാർത്ഥ്യം തന്നെയാണ്. ചില വാക്കുകൾ വ്യത്യാസം ഉണ്ടായിരുന്നത് സത്യമാണ്. നമ്മൾ ആ വാക്കുകൾ ന്യായീകരിക്കല്ല. പക്ഷേ അദ്ദേഹം പറഞ്ഞു വെച്ചതിന്റെ മൊത്തം തുക സത്യമാണത്. നമ്മൾ തന്നെ പലപ്പോഴും ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ള കാര്യം അതൊക്കെ. ഇതുപോലെ ലോകത്ത് ആദ്യമായിട്ട് പറഞ്ഞു ഒന്നല്ല പീക്കാണ്. നമ്മൾ എത്രയോ പ്രാവശ്യം വീഡിയോയിൽ നമ്മൾ കൃത്യമായിട്ട് സമസ്ത ആശയം വിശദീകരിക്കുമ്പോൾ അത് കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഞാൻ ഓരോന്നോർന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഓരോന്നോർന്ന് കാണിച്ചു തരാം. ഈ പറഞ്ഞതൊക്കെ ഇതൊക്കെ അവർ നിഷേധിക്കട്ടെ. നമ്മൾ ആരും ഒരു ഫത്വയ്ക്ക് വരുന്നില്ല. കാരണം നിങ്ങളെ ആചാരമായിട്ട് മുന്നോട്ട് പോകുന്നു, നമ്മുടെ ദേവത്തായിട്ട് മുന്നോട്ട് പോകുന്നു. എന്തായാലും നമുക്ക് പറയുമ്പോഴേക്കും അതങ്ങോട്ട് കിട്ടിപ്പോയി എന്ന് പറഞ്ഞിട്ട് ഇവരെ മറ്റേ പാള കിതാബും അതേപോലെ CM മടവൂരിന്റെ ഇപ്പോഴത്തെ ചർച്ച ഉണ്ടല്ലോ, അതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ സജീവം. അതങ്ങോട്ട് ബ്ലോക്ക് ചെയ്യണം. ഇതുമായി പിടിച്ചു തൂങ്ങിയാൽ എന്താ അവരുടെ ഐഡിയ എന്നറിയാം. ആ ഐഡിയ ഒന്നും ഇവിടെ വില പോകൂല. ഞാൻ കാണിച്ച രംഗങ്ങൾ സമൂഹത്തിൽ പഠിപ്പിച്ച രംഗം എന്താന്ന് ഞാൻ കാണിച്ചു തരാം. നിങ്ങളത് കണ്ടോക്ക്. അവര് മാത്രമല്ല, ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞിട്ട് ഇസ്ലാമിൻ്റെ പേര് കൊടുത്തിട്ട് ഒരു കൂട്ടര് ഉണ്ട്. അവരെ പ്രബോധനത്തിനും ഇത് തന്നെയാണ് എഴുതിയിട്ടുള്ളത്. എൻ്റെ ദൃഷ്ടിയിൽ 2 കൂട്ടരും മുസ്ലിങ്ങളെ അല്ല. മുസ്ലിം കണ്ടോ പ്രിയമുള്ള സഹോദരങ്ങളെ? മുസ്ലിം അല്ല എന്ന് പരസ്യമായി പറഞ്ഞതാ. മുസ്ലിം അല്ല എന്ന്, അതായത് 2 വിഭാഗത്തിന്റെ പേര് പറഞ്ഞിട്ട് പറയാ ഇവര് മുസ്ലിങ്ങളെ അല്ല.
എന്ന് പറഞ്ഞാല് ഇത് കേട്ടിട്ട് ഇവിടുത്തെ ഈ പറഞ്ഞ രണ്ട് വിഭാഗത്തിനെ കാന്തപുരം പറയുന്നില്ലേ, രണ്ട് വിഭാഗത്തിന് വല്ല ബേജാറുണ്ടായിട്ടുണ്ടോ? ഇല്ലല്ലോ. കാരണം എന്താണ്? അള്ളാഹുവിന്റെ ദീനാണ് നമ്മുടെ പ്രചരിപ്പിക്കുന്നത്. എന്നിട്ട് ഈ ചങ്ങാതി വന്ന് ഇന്ന് പറയാണ് ഇവര് മുസ്ലിങ്ങളല്ല എന്ന് പറയും. നമുക്കൊരു ബേജാറും ഉണ്ടായിട്ടില്ല. നമ്മളൊരു ഫത്വ മാപ്പ് പറയണമെന്നും പറഞ്ഞില്ല, നമ്മൾ തൗബ ചെയ്യണമെന്നും പറഞ്ഞില്ല. ചൊയിൽ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ അത് പിൻവലിക്കണം, അതിനെതിരെ പിന്നെ പ്രസ്ഥാനം അത് വ്യക്തമാക്കണം, ഈ പറഞ്ഞതിനെ പറ്റി പിന്നെ തൗബ ചെയ്യണം, മാപ്പ് ചോദിക്കണം. എന്തിന് മാപ്പ് ചോദിക്കണ്? അല്ലാതെ നീ തുറന്നു പറഞ്ഞതിന്റെ പേരിലോ? സത്യമാ പറഞ്ഞത്. ആ പറഞ്ഞതിന്റെ പേരിൽ ഒരു മാപ്പിന്റെ കാര്യമില്ല. കാരണം ഞാൻ തന്നെ പലപ്പോഴും പല വിഷയങ്ങൾ ഇതുമൊക്കെ പല വീഡിയോയിലൊക്കെ ഞാൻ ഇക്കാര്യം തുറന്നു പറഞ്ഞു. നമുക്ക് തുറന്നു പറയാൻ മടിയില്ല. യാഥാർത്ഥ്യമായിട്ട് തന്നെ പറയും. കണ്ടോ ഷോയില് എന്താ പറഞ്ഞത്? അതേ ആശയം തന്നെ ഇപ്പൊ തിരിച്ച് ഇതിപ്പോ പകരത്തിന് പകരം വീട്ടിലല്ല ഇതിന്റെ ഉദ്ദേശം. നിങ്ങളൊക്കെ മുമ്പേ പറഞ്ഞു വെച്ച കാര്യമാണ് ഈ കാര്യങ്ങളൊക്കെ. അല്ലാണ്ട് ഇപ്പോ ഷോയില് മാത്രം ഇപ്പൊ നിങ്ങൾ പറഞ്ഞപ്പോഴേക്കും ബേജാറാവേണ്ട ഹാലെടുക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം നിങ്ങളെ പറഞ്ഞു വെച്ച് കണ്ടോ മുസ്ലിങ്ങളല്ല എന്നാ പറഞ്ഞത്. ഇനി നോക്കി നിങ്ങൾ വേറെ മുസ്ലിം പറയുന്നത് അയൽവാസി സലഫി ഉണ്ടെങ്കിൽ കൊടുക്കേണ്ട വെള്ളം അവന്റെ വെള്ളം വാങ്ങാൻ വേണ്ട, അവന്റെ പരിപാടിക്ക് പോകണ്ട. അയൽവാസിയായ സലഫി മരിച്ചാൽ അവന്റെ പുരക്ക് പോകണ്ട, അവന്റെ മയ്യത്ത് സംസ്കരണത്തിൽ കൂടെ. കണ്ടോ, അയൽവാസിയായ സലഫി മരിച്ചാൽ അങ്ങോട്ട് പോകണ്ട, വെള്ളം കൊടുക്കണ്ടെന്നാ പറയണേ. വെള്ളം നിഷേധിക്കുകയാണ്. അതടക്കം സമസ്തക്കാരെ കുത്തകയായിട്ട് വെച്ചിരിക്കുക. അത് വെള്ളം കൊടുക്കണ്ടെന്ന് അവർക്ക്. അവരെ വീട്ടിൽ പോകുകയും വേണ്ട, പോടാ പുറത്ത്. ഇതിങ്ങനെ മുസ്ലിയാക്കന്മാരെ വിളമ്പിയതല്ലേ നിങ്ങൾ തടയുന്നുണ്ടോ? ഇതൊക്കെ നിങ്ങൾ തന്നെ വിളമ്പിയതല്ലേ? ഇനി കഴിഞ്ഞില്ല. ഈ ചങ്ങായിനെ വീണ്ടും പറയുന്നുണ്ട് കേട്ടോക്ക്. നായി തൊട്ട കലം പോലെ ദൂരം വെക്കണം. നമ്മളെ ഉമ്മാമ്മമാർ പറഞ്ഞു നായി കലം തൊട്ടെങ്കിൽ എന്താക്കല. കണ്ടോ, അള്ളാഹുവിന്റെ ദീൻ പ്രചരിപ്പിക്കപ്പെടുന്ന ഒരു വിഭാഗത്തിന് നായ തൊട്ട കലം പോലെ ആക്കണമെന്ന് പറഞ്ഞ ഖുറാഫി മുസ്ലിയാക്കന്മാരായി കാണുന്നത്. നായ തൊട്ട കാലം പോലെ ആക്കണം. കാരണം നമുക്കറിയാം നായ നേഴ്സാണെന്നും 7 തവണ കഴുകണമെന്നൊക്കെ പിന്നെ ഹദീസിൽ നമ്മൾ റസൂൽ പഠിപ്പിച്ചതാണ്. അതേപോലെ നായ തൊട്ട കാലമാക്കി മാറ്റണം. എന്തിന്? ഈ അള്ളാന്റെ ദീൻ പ്രചരിപ്പിക്കുന്ന വിഭാഗത്തിനാക്കണം ഈ ഖുറാഫി മുസ്ലിം വിളമ്പിയത്. വല്ല ചർച്ചയുണ്ടോ നിങ്ങൾക്ക്? വല്ല ഫത്വയുണ്ടോ? നിങ്ങൾ നിയന്ത്രിച്ചോ? ഇല്ലല്ലോ. കാന്തപുരം വന്നിട്ട് മുസ്ലിം അല്ല എന്ന് പറഞ്ഞില്ലേ? ഈ ചങ്ങായി പറഞ്ഞ് വെള്ളം കൊടുക്കരുതെന്ന് പറഞ്ഞില്ലേ? അതേപോലെ തന്നെ ഇപ്പോ പിന്നെ നായ തൊട്ട കലാക്കണം എന്ന് പറഞ്ഞില്ലേ? നിങ്ങൾക്ക് വല്ല പ്രശ്നമുണ്ടോ? ആർക്കും ഫത്വ ഞങ്ങളാരെയും തൗബ ചോദിച്ചോ തേടാൻ പറഞ്ഞോ? പാപമോചനം തേടാൻ പറഞ്ഞോ? നിങ്ങൾ തെറ്റ് പറയണം പറഞ്ഞു? ഇല്ല. നിങ്ങൾ നിങ്ങളുടെ ആശയം വിളമ്പിക്കൊണ്ടേ ഇരിക്കുന്നു, നമ്മൾ നമ്മുടെ ആദർശം പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നു. അതിലിപ്പോ എന്താ തർക്കമുള്ളത്? അപ്പൊ ഇതൊക്കെയാണ് നിങ്ങൾ പഠിപ്പിച്ചത്. കഴിഞ്ഞില്ല. ഇനി വേറെ ചങ്ങാതി പറയുന്നുണ്ട്. ആ സ്ഥാനത്ത് അമ്മോശന് വഹാബിയാണ്. നിങ്ങൾ മുണ്ടണ്ട, നിങ്ങൾ തെറ്റിക്കോളിങ്ങൾ. സാക്ഷാൽ വാപ്പ വഹാബിയാണെങ്കിലും നിങ്ങൾ മുണ്ടണ്ട. അൽ ഹുബ്ബു ഫില്ലാ വൽ ബുഗ്ദു ഫില്ലാ. വാപ്പ വഹാബി ഇനി മരിച്ചപ്പോൾ നിസ്കരിച്ചില്ല, നിസ്കരിക്കാൻ പാടില്ല. പറ്റുമോ? പറ്റൂല. വാപ്പ വഹാബി ഇനി മരിച്ചപ്പോൾ നിസ്കരിച്ചില്ല, നിസ്കരിക്കാൻ പാടില്ല. പറ്റുമോ? പറ്റൂല. കണ്ടോ, അമ്മയേച്ചും വഹാബിയാണോ? നിങ്ങൾ മിണ്ടണ്ട. സ്വന്തം വാപ്പയാണെങ്കിലും മിണ്ടണ്ട. മൈദ മിസ്കഡ് എന്ത് കുടുംബ ബന്ധമാണെന്ന് അറിയോ? ഇവരുടെ കുടുംബ ബന്ധത്തിന്റെ പിന്നെ കോലാണ്. സമൂഹത്തില് പിന്നെ ഭിന്നത ഉണ്ടാക്കി, കുടുംബങ്ങളിൽ ഭിന്നത ഉണ്ടാക്കുന്ന രൂപത്തിലാണ് ഈ വർഗീയ പ്രസംഗങ്ങൾ നടത്തുന്ന മുസ്ലിയാക്കന്മാരെ. ഇവിടെ നേരത്തെ മുസ്ലിങ്ങളല്ല എന്ന് പറഞ്ഞു. അതേപോലെ തന്നെയാണ് ഇവിടെ സമൂഹത്തിൽ നിങ്ങൾ മുസ്ലിങ്ങളെ എന്ന് പറഞ്ഞു അവർക്ക് വെള്ളം കൊടുക്കാൻ പാടില്ല, അവരെ വീട്ടിൽ പോകരുത്, സീഡി കേൾക്കരുത്, സലാം പറയരുത്, സ്വന്തം വാപ്പയാണെങ്കിൽ മിണ്ടാൻ പാടില്ല, മയ്യിത്ത് നമസ്കരിക്കാൻ പാടില്ല. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ആർക്കും ഒരു ബേജാറും ഉണ്ടായിട്ടില്ല. ഇപ്പൊ ചങ്ങായി പറയാണ് അമ്മാച്ചനാണെങ്കിലും അതേപോലെ തന്നെ സ്വന്തം വാപ്പയാണെങ്കിലും മിണ്ടണ്ട, മയ്യിത്ത് നമസ്കരിക്കണ്ട എന്നാണ് പറഞ്ഞത്. അപ്പൊ ഇതിനെതിരെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രതികരിക്കാൻ പറ്റുമോ? പറ്റൂല. കാരണം എന്താ? നിങ്ങൾക്കെതിരെ വരുന്ന സമയത്ത് എല്ലാ അബൂജഹലിനെയും പിടിച്ച് നിങ്ങൾ കൂട്ടിപ്പിടിച്ച് നിങ്ങൾ വിജയിപ്പിക്കും. അതാണ് നിങ്ങളുടെ പരിപാടി. ഇനി അടുത്ത ആൾ പറയുന്നുണ്ട്, നമ്മൾ അവരുമായി ചങ്ങാത്തം കൂടാൻ പോകരുത്, അവരുടേതും പള്ളിയാണെന്ന് മനസ്സിലാക്കി അവിടെ കയറി നിസ്കരിക്കാൻ പോകരുത്. പിശാചിന്റെ കേന്ദ്രമാണ്. എന്ന് കക്കൂസിലേക്ക് കടക്കുമ്പോൾ ദിക്ർ ചൊല്ലാൻ റസൂൽ എന്തിനു പറഞ്ഞു? അവിടെ പിശാചുക്കളുടെ ഇടപെടലുകളുണ്ട്, അതുകൊണ്ട് നിങ്ങൾക്ക് ഷെറുണ്ടാകുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഇന്ന് ആ കക്കൂസിനേറ്റാലും അപകടമാണ് മുജാഹിദിന്റെ പള്ളി എന്ന് പറയുന്ന കൂടാരങ്ങൾ. അവിടെ കാണാത്ത പിശാച്ചാണ് കക്കൂസ് ഉണ്ടെങ്കിൽ, ഇത് കാണുന്ന പിശാച്ചുകളാണ്. സുന്നി പള്ളിയിലേക്ക് കടക്കുമ്പം
അള്ളാഹുവിന്റെ മഗ്ഫിറത്തും റഹ്മത്തും ചോദിച്ചാണ് കടക്കുന്നതെങ്കിൽ അള്ളാഹിന്റെ റസൂല് പറഞ്ഞു, കക്കൂസ് അങ്ങാടിയിലേക്ക് പ്രവേശിക്കുമ്പോൾ പിശാചിനെ തൊട്ട് കാവലിനെ തേടണം. മുജാഹിദ് നമ്മൾ പള്ളിന്ന് പേര് പറയാന്നല്ലാതെ ചർച്ചുകൾ അതിനും പള്ളി എന്നല്ല പറയണത്. ഒരു ക്രിസ്ത്യൻ ചർച്ചിൽ ഒരാൾ പോയി ഇരുന്നാൽ ഈത്തിക്കാഫിന്റെ കൂലിട്ടു. അതിനേക്കാൾ അപകടമാണിത്. അവിടെ കയറാൻ പാടില്ല. വല്ല ഘട്ടത്തിലും ആർക്കെങ്കിലും പാസ് ചെയ്തു പോകേണ്ടി വന്നാൽ പോലും അവിടെയും ചെല്ലേണ്ട ദിക്റാണ് അഊദു ബിക മിനൽ ഖുബൂസി വൽ ഖബായിസ്. ഒരു കക്കൂസ് എന്ന് പറഞ്ഞാൽ ഒന്നിൽ മാത്രം ഒതുക്കേണ്ടതല്ല, പിശാചിന്റെ കേന്ദ്രം എവിടെയാണോ അവിടേക്കൊക്കെ ഉള്ള ദിക്റാണ്. കണ്ടോ, അവരുടെ ആ ചങ്ങാത്തം കൂടാൻ പോകരുത്, അവരെ പള്ളി എന്ന് കരുതാൻ പാടില്ല, കക്കൂസാണെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് പോകണം. അള്ളാഹിന്റെ വീടിനെ പറ്റിയാ നിങ്ങൾ പറഞ്ഞത്, അള്ളാഹിന്റെ വീടിനെ പറ്റിയാ നിങ്ങൾ പറഞ്ഞത് എന്ന് കേട്ടില്ലേ? ഇനി വേറൊരു ചങ്ങാതി പറയുന്നുണ്ട്, ഞാൻ വീഡിയോ നീണ്ടു പോകുന്നുള്ളത് കൊണ്ടാണ് അവരിതൊക്കെ വിളമ്പാൻ നിൽക്കുകയെന്ന് പറഞ്ഞാലേ. ഈ ചൊയലിന്റെ മേത്തല്ല പിന്നെ കുതിര കയറേണ്ടത്. ഇതിന് മുമ്പ് തന്നെ പൊളിച്ചെടുക്കേണ്ടതാണ് ഈ സമസ്ത, ഈ പിന്നെ APEK മറ്റുള്ള എല്ലാം 1-2 വിഭാഗങ്ങൾ വേറെ ഉണ്ട്, ഇവരൊക്കെ കൂടി പൊളിച്ചെടുത്തേണ്ടതാണ്. അപ്പൊ സത്യത്തില് പ്രിയമുള്ള സഹോദരങ്ങളെ, ചില യാഥാർത്ഥ്യങ്ങളാണ് ആ പറഞ്ഞതൊക്കെ. അതിൽ യാതൊരു തർക്കമില്ല ആ വിഷയത്തിൽ. നമ്മൾ തന്നെ പലപ്പോഴും ഇക്കാര്യം സൂചിപ്പിച്ചതാണ്. അള്ളാഹിന്റെ വീടിനെ പറ്റിയാണ് ഇപ്പൊ ഈ ചങ്ങാതി പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ നോക്ക്, അപ്പൊ എത്രത്തോളം ഗൗരവമുള്ള വാക്കുകൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോഴേക്കും ചുഴലിയുടെ വീഡിയോ ഇട്ടിട്ട് പല യൂട്യൂബിൽ പല വീഡിയോ ചെയ്യുന്നവരൊക്കെ ചുഴലി അങ്ങനെ പറഞ്ഞു, ചുഴലി ഇങ്ങനെ പറഞ്ഞു. അപ്പൊ ഇതൊന്നും കണ്ടില്ലേ? ഈ പറഞ്ഞതൊക്കെ എന്താണ്? അപ്പൊ ഇതൊക്കെ സമൂഹം നടക്കുന്നുണ്ട്. അപ്പോ ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ഇവരുടെ ആ പ്രശ്നം ഉണ്ടല്ലോ, ഇത് CM അടവൂരിന്റെ, അത് മറയ്ക്കണം, ആ ചർച്ച പൊളിയണം, അത് ഞാനും മിണ്ടാൻ പാടില്ല, അത് ചുഴലിയിൽ കൂടെ അങ്ങനെ കലക്കി കൊണ്ടുപോകാമെന്ന് വിചാരിക്കേണ്ട. അത് CM അടവൂരിന്റെ വിഷയം നമ്മൾ കൃത്യമായിട്ട് പൊളിച്ചടക്കുക തന്നെ ചെയ്യും. അതുകൊണ്ടല്ലേ പരിശുദ്ധമായ ഇസ്ലാം പറഞ്ഞത്, നിങ്ങൾ അവരുമായി സലാം പറയാൻ പാടില്ല, അവരുമായി നിങ്ങൾ കൂടിപ്പെരുമാറാൻ പാടില്ല, അവര് മരിച്ചാൽ നിങ്ങൾ അവരുടെ മയ്യിത്ത് നിസ്കരിക്കാൻ പാടില്ല, അവരുടെ പുറകിൽ പോയി നമസ്കരിക്കാൻ പാടില്ല, അവരെ നിങ്ങൾ വിരുന്നിന് വിളിക്കാൻ പാടില്ല, അവര് നിങ്ങളെ വിരുന്നിന് വിളിച്ചാൽ നിങ്ങൾ തിരസ്കരിക്കണം. അവർക്ക് സലാം പറയരുത്, ആ മയ്യിത്ത് നമസ്കരിക്കരുത്, അവരെ തുടർന്ന് നമസ്കരിക്കരുത്, അവർ ക്ഷണിക്കാൻ പാടില്ല, ക്ഷണിച്ചാൽ പോകരുത്. ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ ഈ സമൂഹത്തിൽ വന്ന് വിളമ്പിയ മുസ്ലിയാക്കന്മാർക്കെതിരെ ഒരു വിരലനക്കാൻ, അല്ലെങ്കിൽ അത് തടയാൻ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങൾ അവരെ പിന്നെ ബോധ്യപ്പെടുത്താൻ അതിനൊന്നും നിങ്ങൾ തയ്യാറല്ല. എന്നിട്ട് ചൊയലി അബ്ദുള്ള മൗലവി അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ ആ ഇടയിൽ 1-2 വാക്കുകൾ അദ്ദേഹത്തിനുണ്ടായ ഒരു പെശക, ആ ഒരു വാക്ക് 1-2 വാക്കുകൾ സംഭവിച്ചു എന്നുള്ളതിന്റെ പേരില് എന്നിട്ട് ചൊയലിക്ക് നേരെ കുരയ്ക്കുക. ആ കുരയ്ക്കുന്നവര് കൃത്യമായിട്ട് പഠിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. നിങ്ങൾ ഒന്ന് ചിന്തിക്കുക. നിങ്ങൾ ചൊയലിയുടെ നേരെ കൈ ചൂണ്ടുമ്പോൾ നിങ്ങളുടെ ആശയം എത്രത്തോളം പാപ്പരത്തുള്ള ആശയമാണെന്നും നിങ്ങളുടെ ആദർശം എന്താണ് എന്നും കൃത്യമായിട്ട് ഒന്ന് നെഞ്ചിന് കൈവച്ചിട്ടൊന്നും കൃത്യമായിട്ടൊന്ന് ആലോചിച്ചാൽ പിടുത്തം കിട്ടും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സമൂഹത്തിൽ വിളമ്പിയിട്ട് നിങ്ങൾക്ക് സത്യം പറയുമ്പോൾ നിങ്ങൾക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റണില്ല. ഇത് കൃത്യമായിട്ട് ചൊയലിയുടെ പ്രസംഗം ജനങ്ങളത് കേട്ട് അപ്പൊ ജനങ്ങൾ ഉത്ഭുതരാകും. ഇവരുടെ ആശയം എന്താണെന്ന് ജനങ്ങൾ പഠിക്കും. അങ്ങനെ പഠിപ്പിച്ച് വരുന്നവർക്കെതിരെ നിങ്ങൾ തിരിയാണ്. ഈ തിരിച്ചലെ കൊണ്ടൊന്നും പിന്നെ നിങ്ങൾക്ക് ആശ്വസിക്കാൻ പറ്റൂല. കൃത്യമായി നിങ്ങളുടെ ആദർശം, നിങ്ങളുടെ ഷിയായിസം, നിങ്ങളുടെ ജൂതായിസം, നിങ്ങളുടെ തട്ടിപ്പ്, നിങ്ങളുടെ ആത്മീയ ചൂഷണം, നിങ്ങളുടെ ഷിർക്കിന്റെ അംശങ്ങൾ, നിങ്ങളുടെ ബിദിയത്തിന്റെ അംശങ്ങൾ, നിങ്ങൾ ഷിർക്കുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്നത്, ഇത് മുഴുവൻ കൃത്യമായിട്ട് സമൂഹത്തിലേക്ക് നമ്മൾ ബോധ്യപ്പെടുത്തുക തന്നെ ചെയ്യും. അതിൽ യാതൊരു തർക്കമില്ല. പിന്നെ നമ്മളൊരാളെ മുശ്രിക്കാക്കൂല, ഡയറക്റ്റ് നമ്മളൊരാളെ കാഫിറാക്കാനുമില്ല. കാരണം കുഫറിന്റെ ഘടകങ്ങൾ നമ്മൾ പറയും, ഷിർക്കിന്റെ വിഷയങ്ങൾ നമ്മൾ പറയും. ബിദിയത്താണെങ്കിൽ അത് ബിദിയത്താണെന്ന് പറയും. ഷിർക്കിന്റെ കാര്യങ്ങൾ ഗൗരവം നമ്മൾ പറഞ്ഞു കൊടുക്കും. നിങ്ങൾ ഷിർക്ക് ചെയ്യണമെങ്കിൽ അത് നിങ്ങൾ ഷിർക്ക് ചെയ്യുന്ന തന്നെ പറയും. അത് കൃത്യമായിട്ട് നമ്മൾ ദീനിൽ നമ്മൾ കൃത്യമായിട്ട് പഠിപ്പിച്ചു കൊടുക്കും. അല്ലാതെ ഇതിപ്പോ ചൊയലിയുടെ നേരെ കുതിര കയറ്റി കുരച്ചിട്ടൊന്നും യാതൊരു കാര്യമല്ല. ഇത് നമ്മൾ കൃത്യമായിട്ട് പൊളിച്ചെഴുതന്നെ ചെയ്യും. അപ്പോൾ ചൊയലി പറഞ്ഞ ആശയം എന്താണെന്ന് ബുദ്ധിയും ബോധമുള്ളവരൊക്കെ കൃത്യമായിട്ട് പഠിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ആശയം ഇതേ ഒരു പാപ്പരത്തുള്ളത് കൊണ്ട് നിങ്ങൾക്ക് ഇത് കേട്ടപ്പോൾ വല്ലാത്ത ഹാലിളക്കം ഉണ്ടായിട്ടുണ്ടെന്ന് മനസ്സിലായിട്ടുണ്ട്. അത് നിങ്ങൾ ചർച്ച ചെയ്യുന്ന ചില വിഷയങ്ങൾ മറച്ചു പിടിക്കാനുള്ള മറയായിട്ട് ചൊയലിയുടെ വിഷയം കാണണ്ട. ആ മുറയൊക്കെ നീക്കി നിങ്ങളിപ്പോൾ ഇത് ഈ മറയിൽ പെട്ടിട്ട് CM അടവൂരിനെ ഞങ്ങൾ ഒഴിവാക്കും, പിന്നെ
ആ വിഷയം ഇപ്പോൾ ഞങ്ങൾ മറക്കും, സമൂഹത്തിൽ ഇനിയിപ്പോൾ മിണ്ടൂല, അതൊന്നും വിചാരിക്കേണ്ട. അതുമ്പോൾ തന്നെ പിടികൂടി നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകും. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇത് വീഡിയോ നീണ്ടു പോകും, പറയുകയാണെങ്കിൽ കുറേ പറയാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. സത്യമായി പഠിക്കാനും മനസ്സിലാക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.